ഇന്ന് കുവൈത്തിനും ബഹ്റൈനും നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മിനിസ്ട്രീസ് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ അടുത്ത അടി UI ഇറന്ന് വാങ്ങിക്കുമെന്നാണ് തോന്നുന്നത്. അതിനുള്ള കാര്യങ്ങൾ UI ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ട്രംപ് അണ്ണനും നെതന്യാവും ആകെ പ്രശ്നത്തിലാണ്. ഇവർ രണ്ടുപേരും ഫോൺ കോൾ ഒക്കെ ചെയ്തിട്ട് പരസ്പരം ആകെ പ്രശ്നത്തിലാണ്, കുഴപ്പത്തിലാണെന്നുള്ള ഇൻഫർമേഷൻസ് ആണ് പുറത്തു വരുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപക്ഷെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി US ഒറ്റക്ക് പോയത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള അറ്റാക്ക് ഇന്ന് ഇസ്രായേലിനും കിട്ടിയ തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ കുവൈത്തി ഒഫീഷ്യൽസ് പറയുന്നത്, അതായത് കുവൈത്തിന്റെ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള സൗദ് അബ്ദുൽ അസീസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അവർ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ ലോഞ്ച് 13 ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. ഇറാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 30ഓളം ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ആണ്. അതിൽ കുവൈത്തി എയർ സ്പേസിൽ ഏകദേശം 13ഓളം ഹോസ്റ്റൈൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്തിട്ടുണ്ട് ആംഡ് ഫോഴ്സ് ഡിറ്റക്ട് ചെയ്യുകയും അതേപോലെ എൻഗേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആംഡ് ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് 17ഓളം ഹോസ്റ്റൈൽ ഡ്രോൺസ് ഡിറ്റക്ട് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഏകദേശം 63 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്നും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ പുറത്തുവിട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ഇന്ത്യക്കാരനാണെന്നാണ് കുവൈത്ത് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യൻ എംബസി ഈ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ളത് ഒരു ഇന്ത്യക്കാരനാണെന്ന്. അതുമാത്രമല്ല ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ന് നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല സെവറൽ ഓഫ് അവർ നാഷണൽസ് ആർ ഇഞ്ചേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കുവൈത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു 63 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അതിൽ കുറച്ച് പേർ ഇന്ത്യൻ നാഷണൽസ് ആണെന്നാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കുവൈത്ത് ഈ ഒരു അറ്റാക്കിന് ഇറാനെ ബ്ലെയിം ചെയ്യുകയും അതുപോലെ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത്